നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനും വരാം. എങ്ങോട്ട്? സിദ്ധണ്ണൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക്. ഞാൻ കോടതിയിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. സുധിയേട്ടന്റെ അച്ഛൻ അവിടെ അഡ്മിറ്റാ. കൂടെ ഞാൻ വന്ന ഹോസ്പിറ്റലിൽ കേറ്റില്ലേ? നീ വരണ്ട. കാരണം നിനക്ക് അവിടെ കിടന്ന് ഷോ കാണിക്കാനല്ലേ? സ്വയം നാറാനായിട്ട് ഞാൻ തയ്യാറല്ല. ഓ, അങ്ങനൊരു സംശയം ഉണ്ടല്ലേ? ആ, ഉണ്ട്. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. വേണ്ടെന്നേ. എനിക്ക് സ്റ്റേഷനിൽ പോവാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അതെന്തായാലും വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേക്കാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോവാം. സിദ്ധേട്ടാ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കേ. മിനിറ്റിനനുസരിച്ച് മൂഡ് മാറുന്നവളാ നീ. അങ്ങനെയുള്ള നിന്നെ വിശ്വസിക്കാൻ നിന്നാലേ ഞാൻ മണ്ടനാവേ ഉള്ളൂ. ഞാനൊരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോഴോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. അവിടെ എങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ നീ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്നെക്കാളും പ്രാക്ടീസുള്ള വക്കീലാടി ഞാൻ. നിയമമൊക്കെ എനിക്കും അറിയാം. ലോക്കാക്കി കളയുന്നതിന് ഞാൻ അനങ്ങാൻ പറ്റാത്ത വിധത്തില് പൂട്ടിക്കളയും. കുഞ്ഞളിയാ, ഇന്നല്ലേ ഒബ്സർവേഷൻ പീരീഡ് തീരുന്നത്? മനോഹരേട്ടന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കാം, അല്ലേ കുഞ്ഞളിയാ? അതെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു കുഴപ്പമുണ്ടാവില്ല. മനോഹരനൊരു സാധുവായിരുന്നില്ലേ? അങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുവോ ദൈവം? ഇപ്പൊ നല്ലവർക്കൊന്നും രക്ഷയില്ലാത്ത കാലം വച്ചാ. അതാ എനിക്ക് പേടി. എടാ, ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് നീ എല്ലാം ചെയ്യണം. സുധി ജീവിച്ചിരിപ്പില്ലല്ലോ എന്നുള്ള സങ്കടം അവർക്കുണ്ടാവാൻ പാടില്ല. സുധി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കുമായിരുന്നു? അതുപോലെ വേണം നീ മനോഹരേട്ടനെ നോക്കാൻ. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അതെനിക്കറിയാലോ ചേച്ചി. അതെന്റെ കടമയും കൂടിയല്ലേ. ഞാനത് ചെയ്യും. ഇതിലൊരു അട്ടിമറി ഞാൻ മണക്കുന്നുണ്ട്. ഇൻസുലിൻ ഒരളവിൽ കൂടുതൽ കയറിയെന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയണം നമുക്ക്. മറ്റവനവിടെ ഉണ്ടല്ലോ, അവൻ ഇതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടെങ്കിലോ? അതെനിക്കും തോന്നാതിരുന്നിട്ടൊന്നുമില്ല. അവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം സംശയാസ്പദമായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്കത് പറയാനും വയ്യല്ലോ. ആദ്യം ആ മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ടേ നമുക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തെളിവുകളില്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെയാണല്ലോ അവന്റെ ധൈര്യം. വളം വെച്ചു കൊടുക്കുന്ന അവര് തന്നെയാ, ആ മുത്തശ്ശിയും അമ്മയും. ബുദ്ധിയുള്ള ആരെങ്കിലും അവനെ അവിടെ താമസിക്കാൻ അനുവദിക്കുമോ? അപ്പോഴേ പോയി. ഇനി അനുഭവിക്കട്ടെ. സിദ്ധു, ദേവികയോട് സൂക്ഷിക്കാൻ പറയണം. ഇപ്പൊ മനോഹരനാണെങ്കിൽ അടുത്തത് ദേവികയാ. അത് ദേവിക സൂക്ഷിക്കുന്നുണ്ടച്ചാ. പിന്നെ പെട്ടെന്ന് കയറി അവനൊന്നും ചെയ്യില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. എങ്കിലും ഞാനൊന്ന് ശ്രദ്ധിക്കാൻ ദേവികയോട് പറയാം. അപകടം ക്ഷണിച്ചു വരുത്തുന്നതിനേക്കാളും നല്ലതാണല്ലോ അത് വരുന്നത് തടയുന്നത്. ഞാനെന്താ പോയിട്ട് വരാം.